ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. വയനാട് ടൗൺഷിപ്പ് ഒരു വർഷത്തിനകം പൂർത്തിയാകുമെന്ന് പ്രഖ്യാപനം. നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്നും എല്ലാവർക്കും പാർപ്പിടം പദ്ധതി ഉറപ്പാക്കുമെന്നും ഗവർണർ. സർക്കാരിന്റെ നേട്ടങ്ങളും വാഗ്ദാനങ്ങളും അക്കമിട്ട് നിർത്തിയ പ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെ കാര്യമായി വിമർശിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. GST നഷ്ടപരിഹാരമില്ലാത്തതും ഗ്രാന്റുകൾ കുറഞ്ഞതും പ്രതിസന്ധിയിലാക്കിയെന്ന പരോക്ഷ വിമർശനം മാത്രമാണ് 2 മണിക്കൂറോളം നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ നടത്തിയത്. ഗവർണറായി ചുമതലയേറ്റ് ആദ്യമായി നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ രാജേന്ദ്ര അർലേക്കറെ ഗാർഡ് ഓഫ് ഓണർ നൽകി ഔപചാരികമായി സ്വീകരിച്ചു. മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്ന് പൂച്ചെണ്ടുകൾ നൽകി ഏറെ സൗഹാർദ്ദപരമായി തന്നെ സമ്മേളന ഹാളിലേക്ക് ആനയിച്ചു. സർക്കാർ എഴുതി നൽകിയ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും വായിക്കുമോ എന്ന ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു. എന്നാൽ 1 മണിക്കൂർ 57 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ സർക്കാർ അക്കമിട്ട് നിരത്തിയ നേട്ടങ്ങളും വാഗ്ദാനങ്ങളും പൂർണ്ണമായും വായിച്ചു. വയനാട് ടൗൺഷിപ്പ് 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു മാറ്റുമെന്നും എല്ലാവർക്കും പാർപ്പിട പദ്ധതി ഉറപ്പാക്കുമെന്നും പ്രഖ്യാപനം. By ensuring the completion of the township within 1 year. My government is committed to take initiatives to build a disaster-resilient Kerala. My government has made conscious efforts to revitalize the agriculture sector in an environment-friendly manner. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ കാര്യമായൊന്നും ഉണ്ടായില്ല. GST നഷ്ടപരിഹാരമില്ലാത്തതും ഗ്രാന്റുകൾ കുറച്ചതും പ്രതിസന്ധിയിലാക്കിയെന്ന പരോക്ഷ വിമർശനം മാത്രം. അതേസമയം വയനാട്ടിൽ കേന്ദ്ര സഹായം വൈകുന്നതും വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര നിയമം തടസ്സമാകുന്നതും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ കേന്ദ്രത്തിനെതിരെ ചൂണ്ടിക്കാട്ടാമായിരുന്നിട്ടും നയപ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ തന്ത്രപൂർവ്വം ഒഴിവാക്കി. ഗവർണറെ തുടക്കത്തിലെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചത്. 1.5 വർഷം മാത്രം ബാക്കി നിൽക്കെ ഗവർണറുമായി നല്ല ബന്ധത്തിൽ പോവുക എന്ന രാഷ്ട്രീയ നീക്കം കൂടിയാണ് സർക്കാർ നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.